പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ കുരിച്ചിറ പിന്നെ ചേർപ്പ് ഇവിടെയൊക്കെ നാട്ടുചന്തയുണ്ട്. അപ്പോൾ അവിടേക്ക് ചേർപ്പുള്ള ഒരു 68 വയസ്സുള്ള, മുൻപ് ഗൾഫിലായിരുന്നു ആൾ, 10-16 കൊല്ലം, കരീമിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ആൾ നമ്മുടെ ഈ തിരുത്തൂർ അമ്പലത്തിൻ്റെ അവിടെ, ഞങ്ങളുടെ അമ്പലത്തിൽ പോകാറില്ലേ, എൻ്റെ അവിടെ ഒരു 2.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് ജൈവ പച്ചക്കറി, അതായത് തണ്ണിമത്തൻ, കുക്കുംബർ, മത്തൻ, പയർ, കണിവെള്ളരി, അങ്ങനെ കുറേ കേട്ട്. അപ്പോൾ അത് ഇന്നലെ വിളവെടുപ്പ് ഉദ്ഘാടനമായിരുന്നു. ഇന്നലെ ഞാൻ പോയി അതിൻ്റെ ഉദ്ഘാടനം, അതിലൊക്കെ പങ്കെടുത്ത് കൃഷി ഓഫീസർ അവരവരൊക്കെ വന്നിട്ടുള്ള ഉദ്ഘാടനമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ അത് വാങ്ങിക്കാനും വരുന്നുണ്ട്. നമ്മുടെ ചെറിയണ്ണൊക്കെ അവരായിരുന്നു സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതിന്. അപ്പോൾ ഇന്നലെ ഉദ്ഘാടനത്തിന് ഞാനാ പോയിട്ടുള്ളൂ കേട്ടോ. ഇവരൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഇവർക്കും ആ പച്ചക്കറി തോട്ടമൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലത്തെ ഉദ്ഘാടനത്തിൽ ഇതിടുന്ന് കാണാം. ഇതിപ്പോൾ ഒല്ലൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള സജീവൻ കൊല്ലംപറമ്പിൽ എന്ന ആളുടെ സ്ഥലം സൗജന്യമായി ചേർപ്പ് കൃഷിഭവൻ്റെ കീഴിലുള്ള കരീം എന്ന് പറയുന്ന കർഷകന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈല കരീം എന്നിവർക്ക് സൗജന്യമായി കൃഷി ചെയ്യാൻ വിട്ടുകൊടുത്ത സ്ഥലത്തോടെയാണ് നമ്മൾ നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തണ്ണിമത്തൻ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. തണ്ണിമത്തൻ വിളവെടുപ്പിന് ഇന്ന് എത്തിച്ചേർന്നത് നമ്മുടെ ബഹുമാനിയായ കൗൺസിലർ നിമ്മി റപ്പായി അവറുകളാണ്. നമ്മുടെ ചെയർപേഴ്സൺ ഡയറക്ടർ മാലിനി മാഡം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകി വരുന്നുണ്ട്. ഇതിപ്പോൾ 2 തരത്തിലുള്ള തണ്ണിമത്തൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ കണിവെള്ളരിയുടെ ഉദ്ഘാടനം നമ്മൾ വിഷുവിൻ്റെ 2 ദിവസം മുന്നേ നടത്തുകയുണ്ടായി. അത് നമ്മുടെ ഒല്ലൂർ കൃഷിഭവൻ നടത്തുന്ന നാട്ടുചന്തയിൽ ആണ് അതിലെ ബഹുഭൂരിപക്ഷം വെള്ളരിയും വിറ്റ് തീർത്തത്. ഇപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഇത് കണിവെള്ളരിയും അതുപോലെ തന്നെ കണിവെള്ളരി, അതുപോലെ മധുരക്കിഴങ്ങ്, തണ്ണിമത്തൻ, മത്തൻ, കുമ്പളം, സലാഡ് കുക്കുംബർ, പയർ, ചീര എന്നിവ ഈ ചെയ്തു വരുന്നുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി രീതി ഉപയോഗിച്ചുകൊണ്ട്, തുറന്ന കൃത്യത കൃഷി ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതാണ്. ഇതിൽ രാസകീടനാശിനികൾ കരീം ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ പയറിന് കുറച്ച് കേടുകൾ വന്നപ്പോൾ നമ്മൾ കെമിക്കൽ ആപ്ലിക്കേഷൻ നടത്തേണ്ടി വരുമെന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞെങ്കിലും അത് നമ്മളിപ്പോൾ ജൈവ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോട് കൂടി തന്നെ അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കഴിഞ്ഞു. ഇപ്പോൾ അതേ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പാകമായി നിൽക്കുന്ന വെള്ളരിക്ക, വിളവെടുക്കാനുള്ള വെള്ളരികകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇതിൽ വിഷുവിന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടില്ല. ഇനി നമുക്ക് അപ്പുറത്ത് നമ്മുടെ തണ്ണിമത്തൻ ഉണ്ട്. അവിടെ നമുക്ക് തണ്ണിമത്തൻ വിളവെടുപ്പാണ് മെയിനായിട്ട് നടത്തുന്നത്. ഇതാണ് നമ്മുടെ കരീം. ഈ കൃത്യത കൃഷി നമ്മുടെ ഓപ്പണായിട്ട്, അതായത് തുറന്ന കൃത്യത കൃഷി നടത്തിയ അതിഗംഭീര വിജയം ഒല്ലൂർ കൃഷിഭവൻ്റെ കീഴിൽ നടത്തിയ കർഷകനാണ് കരീം. ഇത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്. ഇത് ചേർപ്പ് കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാലിനി മാഡം, അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ ഡിവിഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷൻ കൗൺസിലർ നിമ്മി റപ്പായി അവറുകളാണ്. പിന്നെ നമ്മുടെ ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ള ആള് ഈ കറുത്ത ബനിയനിട്ട നമ്മുടെ സജീവേട്ടൻ. ആളാർക്കും അങ്ങനെ ഭൂമി വിട്ടുകൊടുക്കുന്ന ആളല്ല. പക്ഷേ കരീംക്കായ്ക്ക് ആള് ഏത് കൃഷി നടത്താനായിട്ട് ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ 2 ചന്തകളുടെ, നമ്മുടെ ഒല്ലൂർ ചന്തയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജോസേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ചെറിയാൻ ചേട്ടനും ഇവിടെ എത്തിച്ചേർന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസ് ആവണിശ്ശേരി നാട്ടുചന്തയുടെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ്, കൺവീനറാണ്. അദ്ദേഹം എത്തിച്ചേർന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഇന്നിപ്പോൾ നമ്മളിത് ഒരു പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ആരും ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടു, നമ്മുടെ നാട്ടുചന്തയുടെ ഗ്രൂപ്പിലിട്ടു. അതിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന എല്ലാ ആളുകളും ഇവിടെ ഒരു കുടുംബം എന്ന നിലയിൽ, കൃഷിഭവൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളരി ഏറ്റാദ്യം തന്നെ ഒന്നും കൂടിയും വിളവെടുക്കാം. ഇത് വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഡിവിഷൻ കൗൺസിലർ നിമ്മി റപ്പായി മേഡത്തെ ഇത് വിളവെടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. ഇവിടെ നിർത്തോ, ഇതെല്ലാം ആയിട്ടുള്ളതാ. ആ ആൾക്ക് തന്നെ കൊടുത്തോ, കരയിൽ കൊടുത്തോ. ഒരെണ്ണം കൂടി മുറുകി. ചെറിയ ചേട്ടനേ ഒരെണ്ണം കൊടുക്ക്. നമ്മുടെ ഒല്ലൂർ കൃഷിഭവൻ്റെ നാട്ടുചന്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ ആളതിലിരിക്കട്ടെ. ഇനി നമുക്ക് തണ്ണിമത്തൻ വിളവെടുക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് തണ്ണിമത്തൻ പാകമായിട്ട് നിൽക്കണോടത്തേക്ക് പോവാം. കിരൺ എവിടെയാണ് നിൽക്കുന്നത്? കിരൺ അവിടെ കണ്ടു ഞാൻ. ഇതൊന്ന് മുറിച്ചേ മേഡം. സാവകാശം മതി. വലിയ തണ്ണിമത്തനാണ് ഇവിടെ ഹാർവസ്റ്റ് നടത്തുന്നത്. ഓക്കെ സാറുവാ. ഇനി നമ്മുടെ കിരൺ എവിടെയാ? കിരൺ കിരണിലേക്ക് വാ. അജു നമ്മുടെ ആത്മാ സന്ദർശനങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ കൂടെ വരികയും കൃത്യമായിട്ട് വീഡിയോ പിടിച്ച്, അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ പിടിക്കുന്ന ആളാണ് നമ്മുടെ അജു എന്ന്. ഫാം പ്ലാനിലെ കർഷകനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ അജുവിൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും പോകണം. ഈ ഫീൽഡ് പോലെ തന്നെ കുറച്ച് സ്ഥലമുള്ളൂ. പിന്നെ ആള് മൂവബിൾ പന്തൽ, അതായത് നമ്മുടെ കുക്കുബിസ്, കുമ്പളം, പടവലം പോലെയുള്ള സാധനങ്ങൾ മാറ്റി കൃഷി ചെയ്യാനായിട്ട് ഉള്ള പന്തലുകൾ റെഡിമെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെഡിമെയ്ഡ് പന്തലുകൾ ഉണ്ടാക്കിയതിനാണ് നമ്മൾ ഈ തവണ അജുവിനെ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ സ്റ്റാഗേർഡ് ക്ലസ്റ്ററിൽ അദ്ദേഹത്തിന് ആനുകൂല്യം വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് അതും കൊടുക്കും. ആൾക്കൊരു നല്ല അപ്പോൾ ആൾക്കൊരു ബിഗ് എല്ലാവർക്കും ആളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഉദ്ഘാടനം കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി കരിമിക്കാനെയും ഇത്താനെയും നമുക്കൊന്ന് കണ്ടൊന്ന് പരിചയപ്പെടാം. പിന്നെ നമുക്ക് അവരെ കയ്യിൽ നിന്ന് 2-3 തണ്ണിമത്തനും വാങ്ങിച്ച് പോരാം. നമ്മൾ തിരുത്തൂർ അമ്പലത്തിൻ്റെ അവിടെ വണ്ടി ഇട്ടു, എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഇവിടെ നമ്മുടെ കരിമിക്കാര ഇത്ത ഇതിവിടെ കുരിയിച്ചറ നാട്ടുചന്തയിലത്തെ പച്ചക്കറി വിൽപ്പന കഴിഞ്ഞിട്ട് ഇവർ വണ്ടിയാണ് ഇട്ടത്. ഇവിടെ കൊണ്ടു നോക്കണം. ഇനി ഇവിടുത്തെ സ്ഥലത്ത് ഇവിടുന്ന് പച്ചക്കറി എടുക്കുമോ? ഇപ്പോൾ അപ്പോൾ കരിമിക്ക അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവരെ വണ്ടിയിൽ നിന്ന് കാണാം നമുക്ക് കേട്ടോ. ഇവിടെ കുറേ ചേർപ്പിലാണ് വീട്. ഇതാണ് ഇവരെ വണ്ടിയിട്ടാ. അപ്പൊ ചെറിയേട്ടനല്ലേ? അപ്പൊ ശരി. അപ്പൊ ഇവിടെ വന്നിട്ട് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് വിട്ടത്. ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ടുപോകുന്നതല്ലേ. ഇത് നീ എന്താ ചെയ്യാ? നാളെ അവിടെ എല്ലാ ദിവസം ചന്തയുണ്ടല്ലേ? ഒല്ലൂർ ചന്തയുണ്ടല്ലേ? കൃഷിഭവൻ. നമ്മുടെ ഇവിടുത്തെ കൃഷിഭവനല്ലേ? അത് ശരി, തിങ്കളാഴ്ച ചന്ത. അപ്പൊ അതിലേക്ക് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അപ്പൊ കൃഷി സ്ഥലത്തേക്ക് പോട്ടെ. നമുക്ക് ഇവിടെ ഇപ്പൊ എത്ര നാളെ ഈ പാട്ട ഇതെടുത്തിട്ട്? 1.5 വർഷമല്ലേ? ഇതാണല്ലേ സ്ഥലം? അല്ല, ഇത് അതിലെ പോവാ. എനിക്കുള്ള സ്ഥലം കാണിച്ചു തരാന്ന്. ഇതൊന്നല്ലാന്ന്. അപ്പൊ ഇതില് നനയ്ക്കാൻ ഇനി വെള്ളമൊക്കെയും ഇവിടെ കുഴൽക്കിണറുണ്ടല്ലേ? ഓ, ഇനി മറ്റേ കുഞ്ഞു മത്തങ്ങയില്ലേ നീ പറഞ്ഞ മത്തങ്ങ ഇവിടെ 400 രൂപ വെച്ചതാ. തായ്ലൻഡ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചത്. നല്ല തരം പപ്പായ എന്ന് പറഞ്ഞിട്ട് 40 രൂപ കൊടുത്തിട്ട് ഒരെണ്ണത്തിന് മേടിച്ചതാ. പിന്നെ ഇതിൽ ഒരു 500 വാഴ വെച്ചു. 500 വാഴ നേന്ത്രവാഴ അല്ലേ?
മഴ വന്നാലും വെള്ളം കെട്ട് വന്നാലും വലിയ കുഴപ്പം വരില്ല. ഒരു 5-6 ദിവസമൊക്കെ നിൽക്കും പിടിച്ചില്ല. ഇതില് വലിയ കിണറുണ്ടല്ലോ വേറെ. ഇവിടെ കിണറുണ്ട്, പക്ഷെ വെള്ളം നമുക്ക് സുലഭമായിട്ട് ഇത് കിട്ടും. കിട്ടും. കിണറാ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. ചേട്ടൻ എന്നെ പിടിച്ചിട്ട് നോക്കണ കിണറ്റിലേക്ക്. എന്റെ കൈ പിടിച്ചിട്ട് തോന്നുന്നു. സത്യത്തില് നീന്തലറിയുന്ന എനിക്ക് സാരിക്കും നീന്തലറിയില്ല. പക്ഷെ എന്നെ പിടിച്ചിട്ടാണ് ചേട്ടൻ നോക്കണേ. ആദ്യം നമുക്ക് അങ്ങോട്ട് തണ്ണിമത്തൻ്റെ അവിടേക്ക് പോവാം അല്ലേ? അത് റിങ്ങോട്ട് പോണതാ. അവിടെ പണിയെടുക്കണ്ട്. പൈപ്പൊക്കെ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ആക്കുന്നില്ല. നനച്ചു കൊടുക്കണം. അപ്പൊ ചീരക്കുണ്ടല്ലേ? അതെ, ഞാനതൊരാളെ കയ്യിൽ നടാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. സുന്ദരി ചീരയുടെ വിത്ത് ഞങ്ങളെ വീട്ടിലുണ്ടല്ലോ. അപ്പൊ വിത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആളത് കളഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പാചകമൊക്കെ ചെയ്യിപ്പിക്കാം. ഞാനന്ന് സരിതുണ്ടാക്കിയ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷെ ഞങ്ങളുടെ കഴിക്കാനും ആളില്ലാത്തുള്ളൂ. അപ്പൊ എത്ര പിള്ളേരാ? 3 പെൺപിള്ളേരാ. 3 പേരും. അത് ശരി. കല്യാണം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ കണ്ടില്ലേ ആളാ? ഇതാണ് സുന്ദരി ചീര കേട്ടാ. ഇതാണ് സുന്ദരി ചീര. ആളെ നല്ല റോസ് കളറാണല്ലേ? റോസ് കളർ എന്നല്ല പറയാ. അതിന് സുന്ദരി ചീര തന്നെയാണ് അതിന്റെ പേര്. അത് തമിഴ്നാടനെ നല്ലല്ലേ? നമ്മുടെ ഉള്ള തന്നെയാണ് അതെ. കുക്കുമ്പറെ പൊട്ടിക്കേണ്ട സമയത്ത് ഇവർക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. പോയി. അയ്യോ, ഇത് കണ്ട ഒരു കടാമി ഉണ്ടാവണത്. ഇതാണ് കുക്കുമ്പർ. നമ്മൾ നേരത്തെ നോക്കിയേ. അപ്പൊ ഇതൊക്കെ പൊട്ടിക്കാറായില്ലോ. നിറച്ചാണ് കിടക്കുന്നത്. പൊട്ടിക്കാനായിട്ട് 2016 വന്നിട്ട് ഒരുപാട് കുക്കമ്പർ വെച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇങ്ങനെ കുക്കമ്പർ ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലത്തും ഫുള്ളായിട്ടാണ്. അപ്പൊ തണ്ണിമത്തൻ എവിടെയാ? അവിടെയല്ല, ഇതില് ഫുള്ള് കണ്ട നോക്കിയാ എവിടെയൊക്കെ നിറയെ കുക്കുമ്പറ. അവിടെ പരുവത്തില് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ അവസാനിക്കുക? ഇങ്ങനെ ദേവിച്ചാലും ഇത് മൊത്തം ഈ തടം മുഴുവൻ കുക്കുമ്പറല്ലേ? തൊടാത്ത സ്ഥലങ്ങളതൊക്കെ ഈ ഒരു. അപ്പൊ ഇത് പൊട്ടിക്കാൻ ആളെ കിട്ടാണ്ടാണോ? ഇത് വിൽക്കാൻ പറ്റണ്ടേ? അല്ല, അങ്ങനെയല്ല, പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ പൊട്ടിക്കുന്നോറ് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ? അത് ശരി. ഉണ്ടാവല് കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ ഇതിപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ആളുകൾ ചോദിച്ചു വരാണെങ്കിൽ കൊടുക്കില്ലേ? പിന്നല്ലാണ്ട് കൊടുക്കാണ്ടിരിക്കോ? നമ്പർ കൊടുക്കാം. ഇവിടുത്തെ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമ്പാര കണക്കിന് പയറ്. അപ്പൊ പയറ്, കുക്കുംബർ, തണ്ണിമത്തൻ, പിന്നെന്താ അതുപോലെ കൊടുക്കാറായിട്ടുള്ള സാധനം വെള്ളരിക്കുണ്ട്. ഇത് പയറ് തോട്ടാണ് കേട്ടാ. ഇത് മുഴുവൻ പയറാണ് ആ കാണുന്നത് മൊത്തം. പൊട്ടിക്കാറ ഇതുണ്ട്. ഇതേണ്ട നോക്കിയ ഇതിപ്പോ ഇക്കിനി മുഴുവൻ കളക്കിയ പണിയെടുക്ക. വേറെ ആളുണ്ടാവോ? ഹിന്ദിക്കാരുണ്ട്. സ്ഥലത്ത് 2-3 ഏക്കറുള്ള ആളെ കൊണ്ട് മൊത്തം ഒറ്റയ്ക്ക് പറ്റും. ഈ കാശ് കൊടുക്കുന്നതിനനുസരിച്ച് ഈ സാധനം വിറ്റാലേ നമുക്ക് മെച്ചുണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ വിപണി കണ്ടെത്തണം. കാരണം നമ്മൾ വളരെ വൈകി പോയി. നമ്മൾ വിഷുവിന് എടുക്കേണ്ടതായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. ലേറ്റ് ആയി പോയി. ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഒരു വിഷമൊക്കെ ഉണ്ടായി. ഒരു പശുക്കള് ചാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷമത്തില് ഇവിടേക്ക് കടക്കാൻ പറ്റിണ്ടാവില്ല അല്ലെ? കുറച്ചു ദിവസം അങ്ങനെ വരാതെ തീരെ പറ്റിയില്ല. അതാണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിചാരിതമായിട്ടുണ്ടാവുമ്പോളേ ഇവിടെ ഇങ്ങനെ ഇത് നശിക്കും. പക്ഷെ എന്തൊരു കഷ്ടം ഉണ്ടായേ. പയറ് പൊട്ടിക്കാണ്ട് ഉണങ്ങി തുടങ്ങിയില്ലേ? കണ്ട ദേ കാണുന്ന അത് മൊത്തം തവപ്പട്ട വരെ പയറാണ് കേട്ടാ. തടങ്ങള് ദേ ആടാ ഈ വരി കാണണല്ലേ? കാണല്ലേ? അതൊക്കെ പയറാണ്. ആ വരി അറ്റം വരെ ആ പച്ച വലിച്ചിട്ടുണ്ട് അവിടെ വരയ്ക്കുണ്ട്.
ഇതൊക്കെ തനി ജൈവ കൃഷി രീതി തന്നെയല്ലേ? ഒക്കെ ഒരു ഇതൊന്നും മരുന്നടിയില്ല. മരുന്നടിയിലൊന്നുമില്ല. ഇതുവരെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, തണ്ണിമത്തൻ്റെ അവിടേക്ക് പോവാം. ഏതാണ് ആ പയറ് കണ്ട പോയിട്ട് നമുക്ക് ഉണങ്ങിയ പയറ്. പയറിന് ആളുകൾ വരാണെങ്കിലും ചാക്കണക്കിന് പയർ കൊടുക്കാണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ എല്ലാവരും വന്നോട്ടാ. പയറ്, വെള്ളരിക്ക, കുക്കുംബർ, തണ്ണിമത്തൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൈയോടെ പൊട്ടിച്ചു കൊണ്ടുപോവാം. ഫ്രഷ് ആയിട്ടുള്ള സാധനം. മത്തനും മത്തൻ കുമ്പളങ്ങയാണ് അവിടെ മഞ്ഞ കളറിൽ പൂവ്. ഇന്നലെ ഞാൻ തണ്ണിമത്തൻ ഇതിൽ കാണിച്ചുല്ലോ, വീഡിയോയിൽ കാണിച്ചു. എന്നാലും നമുക്ക് ഒരെണ്ണം പൊട്ടിക്കുക. മധുരക്കിഴങ്ങ് നമ്മുടെ കൃഷി രീതി തന്നെയാണ്. ഞാൻ പറിച്ചിട്ടില്ല. പറക്കാറായി തുടങ്ങിണ്ടാവും അല്ലേ? ഉണ്ടായി തുടങ്ങിണ്ടാവും. ഉണ്ടായിട്ടുണ്ട്. ഇതിലെ ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഇതേ തണ്ണിമത്തൻ. ഇതും എനിക്ക് ഇങ്ങോട്ട് വന്ന് തണ്ണിമത്തൻ. ഇത് മൂത്തതിൻ്റെ 2 തണ്ണിമത്തൻ ഞങ്ങൾ കൊണ്ടുപോവാം. പൊട്ടിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് തണ്ണിമത്തൻ പൊട്ടിച്ചു കൊണ്ടുപോവാം, കൈയോടെ പൊട്ടിച്ചു കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെ ഇവരെ ഈ നമ്പറിൽ വിളിക്കട്ടെ. ഇവരെ ഇനി മറ്റേ കളറില്ലേ? ഇവിടെയൊക്കെ നിറയെ സാരി തണ്ണിമത്തനെ കണ്ട നിറയെ കിടക്ക. ആ തണ്ണിമത്തൻ ഒന്നുകൂടി മൂക്കാണ്ടെന്ന് ചേട്ടാ. ദേ ഇവിടെയൊക്കെ ഉണ്ട്, നിറച്ച് തണ്ണിമത്തനുണ്ട്. ആ നടക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ അടിഭാഗത്തൊരു മഞ്ഞ കളർ വരും. വെള്ള തണ്ണിമത്തൻ അതായി തോന്നുന്നു, പൊട്ടിയാറായി. ആ ഇന്നലെ പൊട്ടിച്ചു അല്ലേ? ഇന്നില്ലേ ഹിന്ദിക്കാര്? ആ ഇവിടെ കുക്കുംബർ ഇതൊക്കെ എവിടെ ഉണ്ട് കേട്ടോ. അതിവിടെ ഈ അവിടെ ഉണ്ടോ കുക്കുംബർ? വെള്ളരിയാണ് ഇവിടെ മുഴുവൻ കേട്ടാ. നോക്കിയേ കണ്ട സരിത. തണ്ണിമത്തനേ അപ്പൊ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം അല്ലേ? ചവിട്ടിക്കോളോ. അതന്നെ ചവിട്ടുമ്പോ സൂക്ഷിച്ച് ചവിട്ടിക്കോളോ. ഇന്നലത്തെ ഇതില് കൊറേ ചവിട്ടിട്ടുണ്ടാവൂലേ? കാരണം 10-25 പേരുണ്ടായിരുന്നു അല്ലേ? അതെ. ദേ വെള്ളരിക്ക നോക്കിയാ നിറച്ച് കണി വെള്ളരിയാണല്ലേ? മുഴുവൻ കണി വെള്ളരിയാ. അതന്നെ കറക്റ്റ് കളർ. അതന്നെ കണി വെക്കാനുള്ള വെള്ളരിയാണ് ഇത് മുഴുവൻ. നോക്കി ഇതുപോലത്തെ കറക്റ്റ് കണി വെക്കാൻ പറ്റിയ വെള്ളരികളാണ് ഇവിടെ. ഇങ്ങനെ കളർ കാണണ്ടേ? ഞാൻ എല്ലാം ഉണങ്ങിയതാന്ന് വിചാരിച്ചേ. പിന്നെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാ അത് മുഴുവൻ വെള്ളരി, ഇതുപോലത്തെ കണി വെള്ളരി. അപ്പൊ ഇത്ത പറയാ, ഇത് വിഷുവിന്റെ തലേദിവസം ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര കാശ് കിട്ടേണ്ടതാന്ന്. ആളുകൾ ഇവിടെ പൂരത്തിന്റെ തിരക്കായി ഇത് വാങ്ങിക്കാനായിട്ട്. ആ 4 ടണ്ണോളം ഉണ്ട് ഇനി ഇവിടെ. കണി വെക്കാൻ പറ്റിയില്ലെങ്കിലും കൂട്ടാൻ വെക്കാൻ പറ്റൂട്ടാ ഇത്. അതന്നെ കണി വെക്കേണ്ടതാ കഴിഞ്ഞിട്ടുള്ളോ. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പാവം കർഷകനെ സഹായിക്കുക തന്നെ. ആള് ഒരു വളോ ഒന്നും ചെയ്യാൻ അല്ല, ഇംഗ്ലീഷ് വള മരുന്നുകൾ വിഷം ഒന്നും അടിക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടാ. വളയാതിരിക്കാൻ വേണ്ടി പരിപാടി മറ്റുള്ള മാത്രമല്ല, അതിനുള്ള ബോറാൻ മറ്റുള്ള കാര്യങ്ങളല്ല, വേറെ ഒന്നും. കൃഷിഭവനാര് നേതൃത്വം തരുന്നത് പ്രകാരമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതുവരെ. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാരണം കുക്കുംബറായാലും ശരി, കുക്കുംബർ ഭയങ്കര ഓവറായത് മാത്രം കണ്ടമാനുണ്ട് ഉണ്ടായി. അതന്നെ വിചാരിച്ചതിനേക്കാളും ഭയങ്കര വിളവ് കൂടി. അപ്പൊ അതിനുള്ള ആളുകൾ വാങ്ങിക്കാൻ വന്നില്ല. വെള്ളരി നോക്കിയേ പറഞ്ഞ പോലെ കുക്കുംബർ വെള്ളരിനേക്കാളും വലിയ കുക്കുംബർ. വലിയ വലിയ വെള്ളരി കണ്ട. വലിയ കുക്കുംബർ നീളത്തിലുള്ള വണ്ട കണ്ടാ പോയി. അല്ല ഈ കുക്കുംബർ ഇത്ര നീളം ഉണ്ടാവും.
അത് മാത്രമല്ല ഇത് മണ്ണുണ്ടാവില്ല, ഭയങ്കര നീളത്തിൽ വരുന്ന കുക്കുമ്പറ, കൈത്തണ്ട നീളത്തിൽ വരുന്ന. സാനിയ എന്നതിൻ്റെ പേര്, സാനിയ എന്ന് പറഞ്ഞാൽ ഈ കുക്കുംബറിൻ്റെ പേര്. ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ മതി, ഈ ലൊക്കേഷനൊക്കെ തരാം. ലൊക്കേഷനിൽ ഇക്കര നമ്പർ തരാം. അതന്നെ. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുക, ആവശ്യമുള്ളവർ വന്ന് വാങ്ങിക്കുക കേട്ടോ. വെള്ളരി നമുക്ക് അപ്പൊ ഇക്കടെ നമ്പർ കൊടുക്കാം അല്ലേ? ആ ആ പയറ്, ചീര, തണ്ണിമത്തൻ, മത്തൻ, കുമ്പളം ഒക്കെ ഉണ്ട്. കുമ്പളങ്ങ, മത്തങ്ങ ഇഷ്ടം പോലെ. ആവശ്യക്കാർക്ക് 50-100 വണ്ടി വിളിച്ച് വന്നാലും അതന്നെ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന നിലയ്ക്കുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ. പച്ചക്കറി ഷോപ്പുകൾ, അതായത് വീടുകളിലേക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് കടകളാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി കട നടത്തുന്നവർക്ക് കടകളിലേക്ക് ഒറ്റയടിക്ക് കുറെ പൊട്ടിച്ചു കൊണ്ടുപോവാ. എത്തിച്ചു തരാം. എത്തിച്ചേരാന്ന്. അതെ. ഇതിന്റെ പേരെന്നെ സ്നോ വൈറ്റ് എന്നാണ് കുക്കമ്പറിന്റെ പേര് പറയാം. വെള്ള കുക്കമ്പർ ഇപ്പൊ മൊത്തത്തിൽ ട്രെൻഡ് ഉള്ള സാധനമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാം ചെയ്യാം. എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യാ തന്നെ. സാധനം ഇതായി നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന സാധനം അല്ലത്. കുറച്ച് നാൾക്കുള്ളിൽ ഇത് മുഴുവൻ നാശമായി പോകും. അപ്പോഴത്തേക്കും വന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് പണിയെടുത്ത് മുഴുവൻ വെറുതെയോ. മധുരക്കിഴങ്ങ്, ഇനി വാഴണ്ട്, കൈപ്പയ്ക്കുണ്ട്. മേലെ കയറി കഴിഞ്ഞാൽ കൈപ്പക്കകൾ, മറ്റുള്ള കാര്യങ്ങൾ, കുമ്പളങ്ങ, മത്തങ്ങ, അതേമാതിരി ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും വെറൈറ്റി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനവും. ഇവിടെ മയിലിന്റെ ശല്യമില്ലേ? ഇതുവരെ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണം കണ്ടില്ല, ഒരെണ്ണം പോലും കുത്തി പോയിട്ടില്ല. അതെ അതെ അതെ. മയിലുണ്ടെങ്കിലേ തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിനെയാണ് ആക്രമിക്കുക അല്ലേ? ആ. അപ്പൊ നമുക്ക് നീങ്ങി. അപ്പൊ എന്തായാലും ഇക്കാന എല്ലാവരും സഹായിക്കുന്നു. അതന്നെ. പച്ചക്കറികൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക. ശരി. ബൈ ബൈ. കുക്കുമ്പർ നിങ്ങൾ പൊട്ടിച്ചില്ലേ? വേണ്ട, ഞങ്ങൾ വരാം. ഇനി ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം കൂടി ഉണ്ടാവില്ല. വരാം 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 തീർച്ചയായിട്ടും. നമ്മുടെ ചെറിയേട്ടൻ കുറെ നാളുകളായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് മാത്രം പച്ചക്കറികൾ വാങ്ങിക്കാറുള്ളൂ. കൊള്ളിയുണ്ട്. അപ്പൊ കപ്പ അതായത് മരച്ചീനി, കൊള്ളി എന്നൊക്കെ പറയുന്ന സാധനം വേണമെന്നുള്ളവര് അത് ഇവിടെ ഇല്ല, ഇവിടെ വെച്ചിട്ടില്ല. ഇവരുടെ വീട് ചെറുപ്പിലാന്ന് പറഞ്ഞല്ലോ. അവിടെ 1.5 ഏക്കർ സ്ഥലത്ത് കൊള്ളി കൃഷിയുണ്ട്. അതുണ്ട്. അപ്പൊ അത് വേണമെന്നുള്ളവരൊക്കെ വിളിച്ചോട്ടാ. 40 മാവുണ്ട്. അപ്പൊ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതും കൊണ്ടുപോകാൻ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം വരാം. ചേർപ്പിലേക്ക് വരാം ഞങ്ങള്. വരാം വരാം വരാം. ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാല് അതും മാവിന്ന് നമുക്ക് ഇഷ്ടം പോലെ വേണ്ട. എല്ലാ മാവുണ്ട്. അൽഫോൺസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ പോവാട്ടാ. ശരി ശരി ശരി. ബൈ. കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാട്ടാ. വരും വരും, ഉറപ്പായിട്ട് വരും. നമ്മള് ഇനി നാളെ പുലർച്ചെ പോകും. ഒരു യാത്ര പോവാണ് ഞങ്ങൾ. അത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അധികം ഒന്നും വാങ്ങിക്കാൻ ചേട്ടാ. ഇതിൻ്റെ തന്നെ പൈസ കൊടുക്കാൻ നോക്കിയിട്ട് അവർ സമ്മതിച്ചില്ല. പൈസ വാങ്ങിക്കാൻ സമ്മതിച്ചില്ല അവര്. ചേർപ്പിലേക്ക് എനിക്ക് ഇപ്പം അങ്ങോട്ട് പോവാന്ന് വിചാരിക്കും.